അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രാവിലെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഏകദേശം 330ഓളം പോയിന്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഹലോ ഗൈസ്, ഞാനിന്ന് ഏതൊക്കെ ലെവൽസിൽ നിന്നാണ് എൻട്രി നോക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലെവൽസ് ഏതൊക്കെയാണ് നോക്കാം. ഈ 4 ലെവൽസാണെന്ന് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ മുകളിലെ 2 ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അവിടുന്ന് ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ താഴത്തെ 2 ലെവലിൽ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ലെവൽസ് എല്ലാം നോക്കി വെച്ചോ. 908, 815 ഇതായിരുന്നു നമുക്കിന്ന് എൻട്രി കിട്ടിയ ലെവൽസ്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോവാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് ഇതാണ്. മേലത്തെ 2 ലെവൽക്കും ഇന്ന് മാർക്കറ്റ് എത്തിയിട്ടില്ല, താഴത്തെ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ട്രേഡ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൽ നിന്ന് നമുക്ക് ട്രേഡ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി കിട്ടിയത് ഈ ഒരു ലെവലിനായിരുന്നു. നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത ആ ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അവിടുന്ന് ഏകദേശം മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 330ഓളം പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെവലൊക്കെയാണ് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ എനിക്ക് വേറൊരു ട്രേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് നോക്കാം. അതല്ലാതെ ഞാൻ എടുത്ത ഒരു ട്രേഡായിരുന്നു ഈ ഒരു ട്രേഡ്. ഇതിൽ ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് എൻട്രി കിട്ടിയത് 11/7 നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡിലോട്ട് പോവാം. ഞാൻ ട്രേഡ് എടുത്തത് ഈ ഒരു പോയിന്റ് എന്നായിരുന്നു. ഈ ഒരു പോയിന്റ് എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. SL ആയിട്ട് വെച്ചത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. ഞാൻ ടാർഗറ്റ് ആയിട്ട് വെച്ചത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ടാർഗറ്റ് ആയിരുന്നു. കാരണം ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ഒക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം അവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് കാണിച്ച കാര്യം കൊണ്ടാണ് നമ്മൾ അപ്സൈഡിലേക്ക് ഒരു എൻട്രി എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.